ഇന്ന് നവംബർ 25 തിങ്കളാഴ്ച മലയാള സിനിമകളുടെയും ലക്കി ഭാസ്കർ, അമരൻ, സിനിമകളുടെയും ഈ ആഴ്ചത്തെ OTT അപ്ഡേറ്റുകളുമെല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ്, ദുൽഖർ സൽമാൻ നായകനാകുന്ന തിയേറ്ററിൽ വിജയിച്ച് 109 കോടിക്ക് മേലെ കളക്ഷൻ നേടി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സസ്പെൻസ് ക്രൈം ഡ്രാമ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമ ലക്കി ഭാസ്കർ നെറ്റ്ഫ്ലിക്സിലൂടെ നേരത്തെ നവംബർ 30 OTT റിലീസ് ചെയ്യുമെന്ന് അൺഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ നവംബർ 30 അല്ല, നവംബർ 28 OTT റിലീസ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന വ്യാഴാഴ്ച മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് നെറ്റ്ഫ്ലിക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമയുടെ പേരാണ് പ്ലോട്ട്. ഈ സിനിമ ഇപ്പോൾ സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിലും കൂടെ ഡബ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഡ്രാമ തമിഴ് സീരീസ് ആണ് പേരച്ചൂട്ട്. ഈ സീരീസ് വരുന്ന വെള്ളിയാഴ്ച നവംബർ 29 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ റിലീസ് ചെയ്യും. പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ, ഉർവശി, ഐശ്വര്യ രാജേഷ് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഹെർ എന്ന ഫാമിലി ഡ്രാമ മലയാളം സീരീസ് വരുന്ന വെള്ളിയാഴ്ച തന്നെ നവംബർ 29 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. പാളയം PC എന്ന രാഹുൽ മാധവൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന മലയാളം ത്രില്ലർ സിനിമയും ഈ വരുന്ന നവംബർ 29 സൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് അടങ്ങിയിട്ടുള്ള ട്രെയിലർ ഇന്ന് സൈന പ്ലേ പുറത്തുവിട്ടിട്ടുണ്ട്. തെലുങ്കിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച മലയാളം ഭാഷയിലടക്കം തിയേറ്ററിൽ റിലീസ് ചെയ്ത എന്ന ഫാന്റസി ത്രില്ലർ സിനിമ നവംബർ 28 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ മലയാളം, തമിഴ് പതിപ്പുകൾ ആമസോൺ പ്രൈമിലൂടെ വരുന്നതാണ്. ETV വിന്നിലുള്ള സിനിമ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്ന അതേ ദിവസം തന്നെ ആമസോൺ പ്രൈമിലൂടെ അതേ ദിവസമോ അതല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ആയിട്ട് തന്നെ മലയാളം ഭാഷയിലടക്കമുള്ള OTT റിലീസ് ഉണ്ടാകാനാണ് സാധ്യത. നേരത്തെ തമിഴ് HD പതിപ്പ് ഓവർസീസിലൂടെ റിലീസ് ചെയ്തെങ്കിലും ഇതുവരെ OTT റിലീസ് ചെയ്യാത്ത പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി തിയേറ്ററിൽ വിജയിച്ച ശിവകാർത്തികേയൻ നായകനാകുന്ന അമരൻ എന്ന ബയോപിക് ആർമി തമിഴ് ചിത്രം ഈ ആഴ്ചയോ അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നവംബർ 29 അതല്ലെങ്കിൽ ഡിസംബർ 6 സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. ദീപാവലി ബോണസ് എന്ന തമിഴ് ഫാമിലി ഡ്രാമ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നരേഷ് അഗസ്ത്യ, മേഘ ആകാശൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന വികട കവി എന്ന മിസ്റ്ററി ത്രില്ലർ തെലുങ്ക് സീരീസ് നവംബർ 28 ZEE5 തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. തമന്ന നായിക വേഷത്തിലെത്തുന്ന ക്രൈം ത്രില്ലർ ഡ്രാമ ഹിന്ദി സിനിമയാണ് സിക്കന്ദർ കാ മുഖാദർ. സിനിമ നവംബർ 29 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. അടുത്തതും ഹിന്ദി സിനിമയാണ് ഡൈവേഴ്സ് കെ ലിയെ കുച്ച് ഭി കരേഗ എന്ന കോമഡി ഡ്രാമ സിനിമയും നവംബർ 29 ZEE5 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കന്നഡയിൽ നിന്നും മിക്സഡ് ടു പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച കൃഷ്ണം പ്രണയ സഖി എന്ന റൊമാന്റിക് കോമഡി സിനിമ സൺ നെക്സ്റ്റിലൂടെ നവംബർ 29 കന്നഡ ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. മനോരമ മാക്സിന്റെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ ലിസ്റ്റിൽ വന്നിരിക്കുന്ന 5 മലയാള സിനിമകളാണ്. പല്ലോട്ടി 90s കിഡ്സ് എന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ കിഡ്സ് ഡ്രാമ സിനിമയും, ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ത്രയം എന്ന ക്രൈം ത്രില്ലർ സിനിമയും, സുരാജ് നായകനാകുന്ന ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ മദനോത്സവം എന്ന കോമഡി സിനിമയും, കനകരാജ്യം എന്ന ഫാമിലി ഡ്രാമ സിനിമയും, വിനയ് ഫോർട്ട് നായകനാകുന്ന ഫാമിലി എന്ന സ്ലോ പേസ് ഡ്രാമ സിനിമയും. ഈ 5 സിനിമകളും വരുന്ന ഡിസംബറിന്റെ ഓരോരോ ആഴ്ചകളിൽ ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യുന്നതാണ്. സാധാരണ എല്ലാ ആഴ്ചയും മനോരമ മാക്സ് സിനിമ റിലീസ് ചെയ്യുന്നത് പോലെ വെള്ളിയാഴ്ചകളിലായിട്ടായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. മനോരമ മാക്സിൽ ഈ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ആമസോൺ പ്രൈമിലും കൂടെ ലഭ്യമാകുന്നതാണ്. ബ്ലൂ വെയിൻ എന്നൊരു പഞ്ചാബി സിനിമ വരുന്ന നവംബർ 28 ചൗപ്പൽ OTTയിലൂടെ പഞ്ചാബി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹോളിവുഡ് സർവൈവൽ പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് എലിവേഷൻ. ആന്റണി മക്കി നായകനാകുന്ന ഈ സിനിമ നാളെ നവംബർ 26 ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ ഡിജിറ്റൽ റിലീസ് ചെയ്യുന്നതാണ്. ദ സ്നോ സിസ്റ്റർ എന്ന നോർവേൻ ക്രിസ്മസ് ഫാമിലി ഡ്രാമ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 29 ഹിന്ദി, ഇംഗ്ലീഷ്, നോർവേൻ ഭാഷകളിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. ലിൻസി ലോഹൻ നായികയാകുന്ന അവർ ലിറ്റിൽ സീക്രട്ട് എന്ന ഹോളിവുഡ് ക്രിസ്മസ് റൊമാന്റിക് കോമഡി ഡ്രാമ സിനിമ മറ്റന്നാള് നവംബർ 27 ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ സിനിമ OTT റിലീസ് ചെയ്യും. സീറ്റ് ഹേർട്സ് എന്ന റൊമാന്റിക് കോമഡി ഡ്രാമ ഹോളിവുഡ് സിനിമ നവംബർ 28 HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പുതിയ കൊറിയൻ ത്രില്ലർ റൊമാന്റിക് ഡ്രാമ സീരീസ് ആണ് ദ ട്രങ്ക്. ഈ സീരീസ് നവംബർ 29 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സേന എന്ന സ്പോർട്സ് ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ ബ്രസീലിയൻ സീരീസും നവംബർ 29 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, പോർച്ചുഗീസ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ദ മാഡ്നസ് എന്ന ഹോളിവുഡ് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും നവംബർ 28 ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. പുതിയ തുർക്കിഷ് ക്രൈം ത്രില്ലർ സീരീസ് ആണ് അസാഫ്. ഈ സീരീസ്
നവംബർ 28 ഉച്ചയ്ക്ക് 1:30 അതിനു മുമ്പായിട്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തുർക്കിഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. നട്ട് ക്രേക്കേഴ്സ് എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഹോളിവുഡ് കോമഡി ഡ്രാമ സിനിമ നവംബർ 29 ഹുളു പ്ലാറ്റ്ഫോമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യും. 2019 ഇറങ്ങിയ ലവ് വിത്ത് ഫ്ലോസ് എന്ന സൗത്ത് കൊറിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സീരീസ് ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട്.